ദുആ ചെയ്യുകയാണ്, അള്ളാഹു നമ്മൾക്ക് മാറ്റം നൽകട്ടെ. ഇനി എന്താണ് ഹിജ്റ? അതിലൂടെ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ് ഞാൻ. എന്താണ് ഹിജ്റ? ഹിജ്റ വർഷം എന്ന് പറയുന്നുണ്ട്, ക്രിസ്താബ്ദം എന്ന് പറയുന്നുണ്ട്. എന്താണ് ഹിജ്റ? ഹിജ്റ എന്ന് പറഞ്ഞാൽ അറിയോ? ഹാജറ എന്ന് പറഞ്ഞാൽ അറിയോ? ഹിജ്റ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ആഗതനാവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു നബുവത്ത് നൽകുന്നത് 40-ാമത്തെ വയസ്സിലാണ്. ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോഴാണ് എന്റെ താങ്ങും തണലുമായ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ മരിച്ചു പോകുന്നത്. അബൂതാലിബ് മരിച്ചുപോയി. അബൂതാലിബിന്റെ കൈകളിലായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ സംരക്ഷണം. അതേപോലെ മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മഹദിയും മരിച്ചുപോയി. ദുഃഖം സഹിക്കാൻ കഴിയാതെ മക്കക്കാരായ ആളുകളുടെ ക്രൂരതകളും പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിലേക്ക് ചെല്ലുകയാണ്. അവിടെയാണ് എന്റെ കുടുംബക്കാരുള്ളത്, അവിടെ അവരെന്നെ സംരക്ഷിച്ചേക്കാമെന്ന താല്പര്യത്തോടെ, എന്ന ലക്ഷ്യത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിന്റെ മണലാരുണ്യത്തിലേക്ക് കടന്നു ചെന്നപ്പോഴാണ് ത്വായിഫുകാർ അല്ലാഹുവിന്റെ ഹബീബിനെ കൂക്കി വിളിക്കുന്നത്, ഹബീബിന്റെ ശരീരത്തിലേക്ക് കല്ലെറിയുന്നത്, ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ ഇങ്ങനെ വാർന്നൊലിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് നടക്കാൻ കഴിയാതെ വിഷമിച്ചിട്ടിരിക്കുമ്പോഴാണ് കൂട്ടം കൂട്ടമായി ആളുകളും പൊട്ടന്മാരും ബുദ്ധികളും കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൈകൾ പിടിച്ചിട്ട് എണീറ്റ് മുഹമ്മദേ നടക്കൂ മുഹമ്മദേ എന്ന് പറഞ്ഞ് നടക്കാൻ പറയുന്നത്. വീണ്ടും നടക്കുമ്പോ വീണ്ടും കല്ലെറിയുകയാണ്. അവസാനം തളർന്ന് അവശനായി നടക്കാൻ കഴിയാതെ ക്ഷീണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിന്റെ മണലാരുണ്യത്തിൽ ഇരിക്കുമ്പോഴാണ് പർവ്വതങ്ങളെ സംരക്ഷിക്കുന്ന പർവ്വതങ്ങളുടെ ചുമതലയുള്ളൊരു മലക്ക് വന്നുകൊണ്ട് ചോദിക്കുന്നത്, യാ മുഹമ്മദ് നബിയെ, ഈ കാണുന്ന ശത്രുക്കളായ ആളുകളെ ഈ പർവ്വതത്തിന്റെ താഴെ, അല്ലെങ്കിൽ പർവ്വതത്തെ ഞാൻ മുകളിലോട്ട് കൊണ്ടുപോയി അവരുടെ തലമുകളിലേക്ക് പർവ്വതങ്ങളിടുകയും അവരെ ചതച്ച് കളയുകയും ചെയ്യട്ടെ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുമ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്കെന്ത് നേട്ടം? നമ്മുടെ ശത്രുക്കൾ തകരുമ്പോ വല്ലാത്ത ഹാപ്പിയാണ് അല്ലേ? നമ്മൾക്ക് ചൊടിയുള്ള ആളുകള്, പിണക്കമുള്ള ആളുകള്, നമ്മുടെ ശത്രുക്കളൊക്കെ തകരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, അവര് തകർന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് നേട്ടാണ്? അല്ലേ? വലിയ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അയൽവാസിയുടെ വീട് എന്റെ വീടിനേക്കാളും വലുതായി എന്ന് തോന്നുമ്പോ പടച്ചോനെ, ഇപ്പുറത്തുള്ള വീട്ടുകാർക്ക് വിഷമം വരാൻ തുടങ്ങി. പടച്ചോനെ, അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നപ്പോ നമ്മൾക്ക് ഇവിടെ സന്തോഷമായി. അവരുടെ വീട്ടിലുള്ള മകനോ മകളോ SSLC ഒന്ന് തോറ്റുപോകുമ്പോ സന്തോഷമായി. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് നേട്ടം? അല്ലെങ്കിൽ അവരുടെ കച്ചവടം ഡള്ളായി, ബിസിനസ് പൊട്ടി തകർന്ന് തരിപ്പണമായി, അപ്പോഴേക്ക് ഇപ്പുറത്ത് വീട്ടുകാർക്ക് വല്ലാത്ത സന്തോഷം. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് നേട്ടമാണ്? അവൻ തകർന്നതുകൊണ്ട് നമ്മൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? എന്തെങ്കിലും കിട്ടോ? ഒരുപക്ഷേ അവനൊക്കെ ഉഷാറായി, അവനല്ലാഹു സന്മനസ് കൊടുത്ത നമ്മൾക്ക് ഉപകാരം ഉണ്ടായേക്കാം. അവൻ തകർന്നതുകൊണ്ട് ഒരു നേട്ടവും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ശത്രുക്കളായാലും സ്നേഹിതന്മാരായാലും ആരും തകരുന്നതോ ആരും മോശമാകുന്നതോ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾക്ക് നേട്ടമില്ല. അവർ ഉഷാറായാൽ മാഷാ അല്ലാഹ് അതിന്റെ നേട്ടം നമ്മൾക്ക് ലഭിച്ചേക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടിയ മാതമംഗലം എന്ന ഈ മനോഹരമായ പ്രദേശത്ത് ഒരുമിച്ചുകൂടിയ സഹോദര സഹോദരിമാരോട് വളരെ സ്നേഹത്തോടെ പറയാനുള്ളത്, ഒരാളോടും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ അസൂയയോ വെച്ച് പുലർത്താതെ എല്ലാവർക്കും സ്നേഹം കൈമാറാൻ നമ്മൾ തയ്യാറാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പർവ്വതങ്ങളുടെ മാലാഖ വന്ന് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഞാനിവരെ ചതച്ചു കൊന്നുകളയട്ടെ? വേണ്ട, ഒരാളെയും കൊല്ലരുതേ. ഇവര് മരിച്ച് എനിക്കെന്ത് നേട്ടമാണ് ലഭിക്കാൻ പോകുന്നത്? നബി തങ്ങൾ ആലോചിച്ചു നോക്കണം, നബി തങ്ങൾ ചിന്തിച്ചത് നോക്കണം. ഇവരെന്നെ കല്ലെറിഞ്ഞു, ശരിയാണ്. ഇവരെന്റെ ശരീരത്തിൽ നിന്ന് രക്തങ്ങൾ വാർന്നൊലിക്കാനും എനിക്ക് നടക്കാൻ പോലും കഴിയാതെ എന്നെ അവർ ക്രൂരമായി പീഡിപ്പിച്ചു, ശരിയാണ്. പക്ഷേ ഇവർ മരിച്ചിട്ട് എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടോ? എന്റെ മുറിഞ്ഞു പോയ പാടുകൾ മാഞ്ഞു പോകുമോ? അല്ലെങ്കിൽ എന്റെ മുറിവിന്റെ വേദന കുറയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് വേണ്ടവരൊന്നും ചെയ്യണ്ട, അവരെ വിട്ടേക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അവരെ വിടുക. എന്തേ?
അവരെ വിട്ടേക്കുക. അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അതാണ് ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ഏറ്റവും ഉത്തമമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവർ മരിച്ചിട്ട് കാര്യമില്ല. ഇവരിൽ നിന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിച്ച എനിക്ക് അത് മതി, വേറൊന്നും എനിക്ക് വേണ്ട എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങി വരികയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ വർഷങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് രഹസ്യമായി പ്രബോധനം ചെയ്യുന്നു. അപ്പോഴാണ് മദീനയിൽ നിന്ന് ചില ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. അവരോട് അല്ലാഹു ഇസ്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവർ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി മദീനയിലേക്ക് തിരിച്ചുപോയി. അടുത്ത വർഷം ഹജ്ജിന് വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ കാത്തിരിക്കുകയാണ്. 7 പേരുണ്ട്. അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഈ വർഷം നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഒരു സഹാബിയെ, ഒരു അനുയായിയെ ഞങ്ങളുടെ കൂടെ പറഞ്ഞേക്കണം. മഹാനായ മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലേക്ക് പറഞ്ഞേച്ചു. എന്നിട്ട് അടുത്ത വർഷം ഹജ്ജിന് വന്നത് 70ഓളം ആളുകളാണ്. 70ഓളം ആളുകൾ. രാത്രിയുടെ മറവിൽ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഞാൻ മദീനയിലേക്ക് വരാൻ താല്പര്യമുണ്ട്, നിങ്ങൾ എന്നെ സംരക്ഷിക്കാൻ തയ്യാറുണ്ടോ? ശത്രുക്കളുടെ ശല്യം സഹിക്കാൻ വയ്യ, എനിക്ക് മക്കയാണിഷ്ടം, മക്കയാണ് എന്റെ ഇഷ്ടപ്പെട്ട നാട്, ഞാൻ വളർന്നതിവിടെ, ഞാൻ ജീവിച്ചതിവിടെ, എന്നെ പിറന്നതും ഇവിടെ, എന്നാൽ എനിക്കിവിടെ ജീവിക്കാൻ വകയില്ലാത്തതുകൊണ്ട് മദീനയിലേക്ക് ഞാൻ കടന്നു വരികയാണ്, നിങ്ങൾ എന്നെ സംരക്ഷിക്കുമോ എന്ന് ചോദിക്കുമ്പോഴാണ് മദീനക്കാരായ ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിനെ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നത്. ഒരു നബിയെ, സന്തോഷമാണ്. അന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് സഹാബാക്കളോട് കൽപ്പന പുറപ്പെടുവിച്ചു, എല്ലാവരും മദീനയിലേക്ക് പോകണം, എല്ലാവരും മദീനയിലേക്ക് പോകണം. മദീനയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി പോകാൻ തുടങ്ങി. അവരുണ്ട് മഹദിയായ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ ഹബീബും മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുമല്ലാതെ എല്ലാ ആളുകളും മദീനയിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. അപ്പോഴാണ് മഹാനായ ശുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുമ്പോഴാണ് ശത്രുക്കൾ കൂട്ടമായി വളയുന്നത്. സഹോദരങ്ങളെ, ആലോചിക്കണം. 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ നമ്മുടെ പേഴ്സുകളിൽ നിന്ന്, നമ്മുടെ പോക്കറ്റിൽ നിന്ന് ദീനിന്റെ മേഖലകളിലേക്ക് പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി വിഷമങ്ങളും പ്രയാസങ്ങളും സഹിക്കുന്ന ആളുകൾക്കൊരു മരുപ്പച്ചയായി, ഒരു പ്രതീക്ഷയായി നിൽക്കുന്ന ഒരു സംഘടനയിലേക്ക് നിൽക്കുമ്പോ വിഷമം വരുന്ന ആളുകൾ. ശുഹൈബുർ റൂമി എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയുടെ ചരിത്രം ആലോചിക്കണം. അദ്ദേഹം മദീനയിലേക്ക് കടന്നു പോവുകയാണ്. മുശ്രിക്കീങ്ങളായ ആളുകൾ മഹാനായ ശുഹൈബുർ റൂമിയെ വളയുകയും എന്നിട്ട് പറഞ്ഞു, എവിടെ നിന്നോ മക്കയിലേക്ക് കടന്നു വന്നിട്ട്, റോമിൽ നിന്ന് മക്കയിലേക്ക് കടന്നു വന്നിട്ട് ഇവിടെ അധ്വാനിച്ചിട്ട് ഇവിടെ സാമ്പത്തിക ശേഷിയുണ്ടാക്കിയിട്ട് സമ്പത്തുമായി മദീനയിലേക്ക് കടന്നു പോവുകയാണോ? ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടത്തെ സമ്പത്തുമായി മദീനയിലേക്ക് പോകാൻ ഞങ്ങൾ ഒരിക്കലും വിടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് തന്റെ ആജീവനാന്തകാലം, തന്റെ ജനനം മുതൽ തന്റെ അധ്വാനിച്ച സമ്പത്ത് മുഴുവനുമാണ് ഇവർക്ക് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിയ മഹാനായ ശുഹൈബുർ റൂമി റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നത്, നിങ്ങൾക്ക് എന്റെ സമ്പത്താണോ വേണ്ടത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? സമ്പത്താണോ? അവര് പറഞ്ഞു, അതെ. ഇവിടുന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് പൈസയായിട്ട് മദീനയിൽ പോവല്ലേ, നമ്മുടെ സമ്പാദ്യം, നിങ്ങൾക്ക് സമ്പത്താണോ വേണ്ടത്? അതെ. ശുഹൈബുർ റൂമി പറഞ്ഞു, തന്റെ ആയുഷ്കാലം ജീവിച്ചുണ്ടാക്കിയ സമ്പത്ത് എന്റെ വീടിന്റെ ഇന്നാലിന്ന സ്ഥലത്ത് ഞാൻ കുഴിച്ചു വെച്ചിട്ടുണ്ട്, എല്ലാം എടുത്തോളൂ, ഒന്നും എനിക്ക് വേണ്ട, എല്ലാം കൊണ്ടുപോയിക്കോളൂ. നമ്മൾ ചോദിച്ചത് എന്താ? ഈ പരിപാടിക്കുള്ള ഒരു ചെലവ്, അതേപോലെ ഇനി നമ്മുടെ നാട്ടിലുള്ള പാവങ്ങളായ ആളുകളെ കല്യാണം കഴിക്കാനും കഴിച്ചു കൊടുക്കാനും, അതേപോലെ രോഗികൾക്ക് ചികിത്സ നൽകാനും, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പഠന സഹായത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് 1000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപ കൊടുക്കൂ. ഞാൻ കൊടുക്കൂല അല്ലെ? 10,000 രൂപ കൊടുക്കാനോ? നമ്മൾ ആലോചിക്കുക, ഇത് ആരായി പറയണത്? കോടിക്കണക്കിന് വരുമാനമുള്ള ആളുകൾ, ലക്ഷക്കണക്കിന് വരുമാനമുള്ള ആളുകൾ. എന്ന് നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് ശുഹൈബുർ റൂമി ചെയ്തത്? ആയുഷ്കാലം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് മുഴുവനും എടുത്തുകൊണ്ട് പോയിക്കോ, എനിക്ക് സമ്പത്ത് വേണ്ട എന്ന് മഹാനായ
മഹാനായ ശുഹൈബുർ റൂമി. അങ്ങനെ ശുഹൈബുർ റൂമി മദീനയിലെത്തുകയാണ്. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ദുർഘടമായ പാതയിലൂടെ ശത്രുക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാതെ അവരിൽ നിന്ന് കുതറിമാറി ഒരുപാട് പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് അവസാനം മദീനയിലെത്തുന്നുണ്ട് മഹദിയായ ഫാത്തിമ. ആ ഫാത്തിമയെ കുറിച്ചാണ് നമ്മൾക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ആ ഫാത്തിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചെറുപ്പക്കാരാ, സഹോദരിമാരെ, നമ്മൾക്ക് ആ ഫാത്തിമയുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമാണിത്. എന്ത് ബന്ധമാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ മഹിതമായ ജീവിതത്തിന്റെ സന്ദേശങ്ങൾ ഓരോന്നോരോന്ന് കേൾക്കുമ്പോ നമ്മുടെ ജീവിതവുമായി കമ്പയർ ചെയ്തു നോക്കണം. എനിക്കെന്റെ ഫാത്തിമ ബീവിയുമായി എനിക്കെന്ത് ബന്ധമാണുള്ളത്? കവി പറഞ്ഞതുപോലെ, കബിയേനോ ജവാൻ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ वो क्या गर्दों तू जिसका है एक टूटा हुआ तारा कभी ये नौजवान मुस्लिം. ഓ ചെറുപ്പക്കാരികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രപിതാക്കളായ സഹാബാക്കളുമായി, സഹാബി വനിതകളുമായി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുമായി, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെപ്പോലെ അള്ളാഹുവിന്റെ ഹബീബിന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുമായി എനിക്കെന്ത് ബന്ധമാണുള്ളത് എന്ന് ആലോചിക്കേണ്ട സമയമാണിതൊക്കെ. മഹാന്മാരുടെ മദഹുകൾ പറയുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മഹാന്മാരായ പണ്ഡിതന്മാരുടെ, ഔലിയാക്കളുടെ, സ്വഹാബാക്കളുടെ, അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകും. കബിയേനോ ജവാൻ മുസ്ലിം തദബ്ബുർ ബി കിയാ തൂനെ. നീ ആലോചിച്ചിട്ടുണ്ടോ? നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് നീ ആലോചിക്കേണ്ടത്? നിന്റെ പ്രപിതാക്കളായ സ്വഹാബാക്കൾ ആകാശങ്ങളായിരുന്നു, പക്ഷേ നീ അതിൽ നിന്ന് മുറിഞ്ഞു വീണ നക്ഷത്രം മാത്രമാണ്. ഒരു ബന്ധവും നിനക്കില്ല. തുജേ ഉസ് ഖൗമിനെ പാലാഹെ ആഘോഷേ മഹബ്ബത്തിനെ. സ്നേഹത്തിന്റെ മടിത്തട്ടിലിൽ വളരെ സ്നേഹത്തോടെ താലോലിച്ചിട്ടാണ് പൊന്നുമക്കളെ നിങ്ങളെയൊക്കെ മഹാന്മാരായ ആളുകൾ വളർത്തിക്കൊണ്ടുവന്നത്. പരീക്ഷണങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, പ്രാരാബ്ദങ്ങളില്ലാതെ, ബുദ്ധിമുട്ടില്ലാതെ വളരെ സന്തോഷത്തോടു കൂടെയാണ് നിങ്ങളൊക്കെ സ്നേഹത്തിന്റെ മടിത്തട്ടിലിൽ വളർന്നത്. കുച്ചൽ ഡാലാത്ത ജിസ്നെ പാവോം താജേ സരദാരാ. മഹാന്മാരായ സഹാബാക്കളൊക്കെ തന്റെ ജീവിതവും തന്റെ സമ്പാദ്യവും തന്റെ അധ്വാനവും തന്റെ കുടുംബവും എല്ലാം വലിച്ചെറിഞ്ഞ് ദീനിന്റെ വിജയത്തിന് വേണ്ടി ചക്രവർത്തിമാരായ കൂരന്മാരായ ആളുകളെ തന്റെ പുറംകാലുകൊണ്ട് ചവിട്ടുമതിച്ച് പരിശുദ്ധമായ ഇസ്ലാം എന്ന മഹിതമായ പ്രസ്ഥാനത്തെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പാടിക്കളിക്കുന്ന രീതിയിൽ വളരെ മഹിതമായ ഒരു മതമാക്കി നമ്മുടെ കയ്യിലേൽപ്പിച്ചിരിക്കുകയാണ്. ദയവ് ചെയ്ത് ചെറുപ്പക്കാരികളെ അതിനെ നിങ്ങൾ മോശമാക്കല്ല. അത് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല. നിങ്ങൾ അതിന് എന്ത് ചെയ്യണ്ട? അതിന് കരിവാരിത്തേക്കുന്ന രീതിയിൽ, അതിനെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളോ അതേപോലെ സ്വഭാവങ്ങളോ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആരാണ്